പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയ 4 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. പള്ളിപ്പെരുന്നാളിന് സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നു വന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലൂർ ചിയ്യാരം വാകയിൽ റോഡിന് സമീപം KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം സ്വദേശികളായ LC, മേരി എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. വിയ്യൂരിൽ DK ജ്വല്ലറിയിൽ മോഷണം. 6 കിലോ വെള്ളിയാഭരണങ്ങൾ മോഷണം പോയി. ലോക്കർ തകർക്കാനും ശ്രമം. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ തിങ്കളാഴ്ച ഉച്ചവരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ചാലക്കുടി മലയ്ക്കപ്പാറ റോഡിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയ 4 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. പീച്ചി ഡാമിൽ വീണ 4 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു അപകടം. പീച്ചി ലൂർദ് മാതാ പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിൽ വന്നതായിരുന്നു വിദ്യാർത്ഥിനികൾ. ഉച്ചയൂണ് കഴിഞ്ഞ് പീച്ചി ഡാം കാണാൻ എത്തിയതായിരുന്നു 5-അംഗ സംഘം. സെൽഫി എടുത്ത ശേഷം കയ്യും കാലും കഴുകാൻ ചെരുപ്പ് പുറത്ത് ഊരിവെച്ച ശേഷം ചെങ്കുത്തായ പാറയിൽ കയറിയതായിരുന്നു ഇവർ. പാറയിലെ വഴുക്കൽ മൂലം വിദ്യാർത്ഥിനികൾ പീച്ചി ഡാമിലേക്ക് വീഴുകയായിരുന്നു. പീച്ചി ഡാം തെക്കേക്കുളം ഭാഗത്തായിരുന്നു അപകടം. പീച്ചി സ്വദേശിനി തെക്കേക്കുളം പുളിയമ്മാക്കൽ നിമ, പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ പാറശ്ശേരി ആൻഗ്രേസ്, ചുങ്കത്ത് അലീന, മുരിങ്ങാത്തുപറമ്പിൽ എറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ആൻഗ്രേസ്, അലീന, എറിൻ എന്നിവരുടെ നില ഗുരുതരമാണ്. നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് ഇരുവരും. പീച്ചി ഡാമിൽ വീഴുന്നതിനിടെ നിമയെ ഹിമ രക്ഷപ്പെടുത്തി. തുടർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എത്തി രക്ഷിക്കുകയായിരുന്നു. 15 മിനിറ്റിനകം ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചതുമൂലം ജീവൻ രക്ഷിക്കാനായി. കുട്ടികൾ പെരുന്നാൾ കൂടാൻ വന്നതാണ്, സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വന്നതാണ്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ കുട്ടികൾ ഡാം കാണാൻ പോയതാണോ എന്നറിയില്ല, അതിനിപ്പോൾ കാൽത്തെറ്റി വീണതാണോ എന്നറിയില്ല. അതിലെ കുട്ടികൾ വീണപ്പോൾ ഹിമ എന്ന് പറഞ്ഞൊരു കുട്ടി ഓളിയിട്ട് ഒച്ച വെച്ചു. അങ്ങനെ അവിടെ അടുത്ത വീടുകളിലൊക്കെ പെരുന്നാളായതുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഓടി വന്ന് കൃത്യസമയത്ത് കുട്ടികളെ വെള്ളത്തിൽ നിന്ന് എടുത്ത് CPR കൊടുത്ത് ആംബുലൻസ് വിളിച്ച് ഇവിടേക്ക് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് കൃത്യസമയത്ത് അത് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇപ്പോൾ 3:15 എനിക്ക് വിളി വരുന്നത്. 3:15 പീച്ചി ഡാമിൻ്റെ കയ്യിലാണ്. ഞങ്ങളുടെ വാർഡ് മെമ്പർ ബാബു തോമസ് ആണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. വണ്ടികളെല്ലാം 1 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഓരോ കുട്ടികളെ എടുത്ത് ഓടിക്കൊണ്ടുവരുന്നു. അപ്പം തന്നെ വണ്ടി തിരിക്കാനുള്ള പ്രയാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം തന്നെ ഒരു ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 4 പേരിൽ ഒരാൾ കുറച്ച് ബെറ്ററായിട്ടുണ്ട്. NIV എന്ന് പറയും. വെന്റിലേറ്ററാണ് 4 പേരും. അതിലൊരാൾ കുറച്ച് ബെറ്ററാണ്. 3 പേര് ഗുരുതരാവസ്ഥയിലാണ്. എന്നാലും വന്നതിനേക്കാളും ബെറ്ററായിട്ടുണ്ട്. ഡോക്ടേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ICUയുടെ ഉള്ളിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ജൂബിലിയിലെ എമർജൻസി ടീം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ഡോക്ടേഴ്സും എത്തിയിട്ടുണ്ട്. നന്നായിട്ട് നോക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കാം. 4 പേരും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. 3 പേര് ശ്വാസനാളത്തിലൂടെ ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിലേക്ക് കണക്റ്റഡ് ആണ്. BP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ പോകുന്നുണ്ട്. ഒരു കുട്ടീനെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ NIV മാസ്ക് വെച്ച് നമ്മൾ വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ശ്വാസം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായാലും 4 കുട്ടികളും ഡ്രൗണിങ്ങിൻ്റെ സൈൻസ് ഉണ്ട്. അവർക്ക് ശ്വാസം മുട്ടലും അതിൻ്റേതായ സൈൻസ് ഉണ്ട്. അതെ, നമ്മുടെ ഹോൾ ടീമുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുട്ടികളെ റെസിസ്റ്റേറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തൃശൂർ സെന്റ് ക്ലേയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണിവർ. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUവിലേക്ക് മാറ്റിയതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. കൂടാതെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോഴെന്തായാലും 3 കുട്ടികളെ സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUവിലേക്ക് ഇവിടെ തന്നെയുള്ള സംവിധാനത്തിലേക്ക് മാറ്റാൻ ആലോചിച്ചിട്ടുണ്ട്.
നമ്മുടെ ജില്ലയിലെ ക്രിട്ടിക്കൽ കെയർ ICUകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ യൂണിറ്റാണ് ഇവിടെ ജൂബിലിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നത്. സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുള്ളൊരു സ്ഥലമാണിവിടെ. അപ്പോൾ അവരുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഇവിടെ നല്ല ചികിത്സാ കാര്യത്തിൽ നല്ല മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് അവർ അതാത് സമയത്ത് നമ്മളറിയിക്കുകയും ആ കാര്യത്തിൽ ഒരു കൃത്യത പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളിലൊരു പൊതു ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ടീമിനെ തന്നെ മെഡിക്കൽ കോളേജിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നല്ലത് പ്രതീക്ഷിക്കുക. ഓരോ മിനിറ്റിലും താഴത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരാശ്വാസം. വരുന്ന ഘട്ടത്തിൽ തീരെ പൾസ് ഉണ്ടായിരുന്നില്ല 3 പേർക്കും. എന്നാലിപ്പോൾ ഒരു 60-70 ആയിട്ട് പിന്നെ പ്രഷർ ഉയർന്നു വരുന്നുണ്ട്. പ്രഷർ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകമായി കൊടുക്കുന്നുണ്ട്, വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആശുപത്രി സന്ദർശിച്ചു. TC വിനോസ്, തൃശൂർ. ഒല്ലൂർ ചിയ്യാരം വാകയിൽ റോഡിന് സമീപം KSRTC ബസ്സിടിച്ച് ബന്ധുക്കളായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ലോനപ്പൻ മകൾ 72 വയസ്സുള്ള എൽസി, റാഫേൽ ഭാര്യ 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ചിയ്യാരം ഗലീലി പള്ളിയിലേക്ക് പോകുന്നതിനിടെ റോഡ് മുറിച്ചു കടക്കവെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇരുവരും തൽക്ഷണം മരിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിനിടയാക്കിയ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിയ്യൂരിൽ ജ്വല്ലറിയിൽ മോഷണം. മണലാറുകാവ് ദേവസ്വം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന DK ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ ലോക്ക് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന ഏകദേശം 6 കിലോയോളം വെള്ളി ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ലോക്കർ പൊളിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. 15 പവനോളം സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിലും ഇവ മോഷണം പോയിട്ടില്ല. 4 പേർ പാർട്ട്ണർഷിപ്പായാണ് ജ്വല്ലറി നടത്തുന്നത്. ഞായറാഴ്ച രാവിലെയാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിയ്യൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷണ വിവരം അറിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ഒല്ലൂർ ACP സുധീരൻ എന്നിവർ ജ്വല്ലറിയിൽ പരിശോധന നടത്തി. മാപ്രാണം കുഴിക്കാട്ട് കോണത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തി 3 കിലോ വെള്ളി ആഭരണങ്ങൾ തട്ടിയെടുത്തതായി പരാതി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. മാപ്രാണം സെന്ററിൽ ജ്വല്ലറി നടത്തിയിരുന്ന കുഴിക്കാട്ടുകുളം സ്വദേശി അശോക് ചവാനും ഭാര്യയും ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 2 പേർ ആദ്യം സഞ്ചി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും അത് കഴിയാതെ വന്നപ്പോൾ തിരിച്ചുവന്ന് കത്തി കാണിച്ച് സഞ്ചി തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയായിരുന്നെന്ന് പറയുന്നു. 3 കിലോ വെള്ളിയാഭരണങ്ങളാണ് സഞ്ചിയിലുണ്ടായിരുന്നത്. പരാതിയെ തുടർന്ന് റൂറൽ SP കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് നിന്ന് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 വരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് സമരം. ചാലക്കുടി മലയ്ക്കപ്പാറ റോഡിൽ അമ്പലപ്പാറയിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. ശനിയാഴ്ച രാത്രി പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. അരമണിക്കൂറിന് ശേഷം ആന പിൻവാങ്ങിയപ്പോൾ വിനോദയാത്ര സംഘം മലയ്ക്കപ്പാറയിലേക്ക് പോവുകയും ചെയ്തു. പെൻസ്റ്റോക്കിന് സമീപം റോഡിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നിരുന്നു. പിന്നീടാണ് ആന കാറിനടുത്ത് എത്തിയ ആക്രമണത്തിന് തുനിഞ്ഞത്. ബോണറ്റിൽ ചവിട്ടുമ്പോൾ കാറിനകത്ത് ആളുകളുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് കബാലി വീണ്ടും ഷോളയാർ ഭാഗത്തെത്തിയത്. ആന മതപ്പാടിലായതിനാലാണ് വാഹനങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറയുന്നു. മരുത്തംകോട് ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ. ജീവനക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി ജീവനക്കാർ ഷോപ്പിലുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിനോട് ചേർന്ന് മെറ്റീരിയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് മറ്റു ഭാഗങ്ങളിലേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീരകർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീരസംഗമത്തിന് ശ്രീനാരായണപുരത്ത് തുടക്കമായി.
മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പതാക ഉയർത്തി. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ഡയറി എക്സ്പോ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. വിവിധ ശില്പശാലകളും ഘോഷയാത്രയും നടന്നു. തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഒളരി സെമിത്തേരിക്ക് മുന്നിൽ ജനവാസ മേഖലയിൽ സ്ഥാപിച്ച മൊബൈൽ ടവറിനെതിരെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സമരം 16ാം ദിവസത്തിലേക്ക് കടന്നു. ഒളരി സെന്റർ മുതൽ പുതൂർക്കര രേവതി കോർണർ വരെ 500-ലേറെ പേരെ പങ്കെടുപ്പിച്ച് മനുഷ്യച്ചങ്ങല നടന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡിവിഷൻ കൌൺസിലർ ശ്രീലാൽ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ കൺവീനർ പ്രസാദ് തിലകൻ, ട്രഷറർ വിനോദ് കുമാർ, ലാലി, കോർപ്പറേഷൻ കൌൺസിലർ രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിന് മിനുസമുള്ള അവസ്ഥയിലായപ്പോഴാണ് റോഡിൽ സ്പീഡ് ബ്രേക്കിംഗ് ഹമ്പുകൾ നിർമ്മിച്ചത്. ഇത് നിരവധി അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. റോഡ് അപാകതയുള്ള ഭാഗം കഴിഞ്ഞ ദിവസം പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഹമ്പുകൾ നീക്കം ചെയ്യുന്നതിന് പകരം ഉയരം കൂട്ടി പുതിയ ഹമ്പുകൾ നിർമ്മിക്കുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ചുങ്കം സെന്ററിന്റെ രണ്ടു വശത്തോട്ടും 30 മീറ്റർ നീളത്തില് സിംഗിൾ ലൈൻ വരയ്ക്കുക. ഇവിടെ ലൈൻ തെറ്റി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരുന്നു. ഹമ്പിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് വണ്ടികൾ എളുപ്പവഴി ഇവിടെ പോകാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വ്യക്തമായ പരാതി PWD ഓഫീസർക്ക് നൽകിയിട്ടും ഇതുവരെയായിട്ടും ഇതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. 2 വർഷം മുമ്പ് പണിത ഈ റോഡിന്റെ സ്ലിപ്പറി കൊണ്ടാണ് ഇവിടെ ഏകദേശം 50ഓളം അപകട പരമ്പരകൾ ഇവിടെ നടന്നിട്ടുള്ളത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ ഒരു മരണം ഇതുവരെ നടക്കാതെ പോയത്. ഇപ്പൊ ആ റോഡിന്റെ അത് പൊളിച്ചിട്ട് പുതിയൊരു പണിതിട്ടുണ്ട്. ഇപ്പൊ അതിന് പ്രശ്നങ്ങളില്ല. അപ്പൊ ഈ അമ്പ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം. കാരണം വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ അമ്പ് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇട്ടത്. പിന്നെ ട്രാഫിക് ജാമും വരുന്നുണ്ട്. റോഡിന്റെ ഒരു വശത്ത് കുഴിയുള്ളതിനാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയും പരിസരത്തെ കടകളിലേക്ക് വെള്ളം തെറിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ബലാത്സംഗ കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ തൊപ്പിത്തറ സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ ആസിഖ് എന്നറിയപ്പെടുന്ന സുധീറിനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതി അതിജീവിതയുടെ ജീവിത സാഹചര്യം മുതലെടുത്ത് വീട്ടുകാരുമായി സൌഹൃദം സ്ഥാപിക്കുകയും അതിജീവിതയുടെ വീട്ടിൽ പോയി വീഡിയോകളും ഫോട്ടോകളും എടുത്ത് ഭീഷണിപ്പെടുത്തി പല തവണകളായി 1 ലക്ഷം രൂപയോളം കൈക്കലാക്കുകയും പല തവണകളായി പീഡിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ രമേശ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മിനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിജി ധനേഷ്, ഷൌക്കർ എന്നിവരും ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ചും സനാതന ധർമ്മ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷനും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷവും വിവിധ പരിപാടികളും തൃശൂരിൽ സംഘടിപ്പിച്ചു. വിവേകാനന്ദ സ്വാമികളുടെ 162ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ചും സനാതനധർമ്മ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷവും സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും തൃശൂരിൽ സംഘടിപ്പിച്ചത്. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങ് ദേവസ്വം ഓംബുഡ്സ്മാനും മുൻ ഹൈക്കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ മഹാരാജ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളിലെ അപാര സാധ്യതകൾ എന്ന വിഷയത്തിൽ മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബും സ്വാമി വിവേകാനന്ദനും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ KK ഗീതാകുമാരിയും ക്ലാസ് എടുത്തു. ഈ വർഷത്തെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള സ്വാമി വിവേകാനന്ദ സാമൂഹിക സേവന പുരസ്കാരം ശ്രീജിത്ത് ചെറായിക്ക് ട്രസ്റ്റ് മെമ്പർ അമർനാഥ് കോരിഡ് സമ്മാനിച്ചു. വിവിധ ആദരണങ്ങളും ഇതോടൊപ്പം നടന്നു. പ്രബുദ്ധ കേരളം പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി.
സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിസർച്ച് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എം മനോജ് ദത്തൻ, സെക്രട്ടറിയും ട്രഷററുമായ ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരുൺ ആലങ്ങാട്, പിന്നണി ഗായകൻ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവാതിരയ്ക്ക് ശിവക്ഷേത്രങ്ങൾ ഒരുങ്ങി. സ്ത്രീകളുടെ ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. ദിവസങ്ങൾക്ക് മുമ്പേ തിരുവാതിരയ്ക്കുള്ള ആഘോഷങ്ങൾ തുടങ്ങും. മകയിരം നാളിൽ ഉറക്കമൊഴിച്ചാണ് തിരുവാതിരയെ വരവേൽക്കുന്നത്. വ്രതമെടുക്കുന്ന സ്ത്രീകൾ പാതിരാപ്പൂ ചൂടും. നാട്ടിലും പറമ്പിലുമൊക്കെ കാണുന്ന കൊടുവേലിയാണ് പാതിരാപ്പൂവ്. പുലർച്ചെ തുടിച്ചുകുളിച്ചു കഴിഞ്ഞ് ദശപുഷ്പം ചൂടുന്നതും തിരുവാതിരയുടെ പ്രധാന ചടങ്ങാണ്. തിരുവാതിര വ്രതത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതും പാതിരായ്ക്കാണ്. കൂവകുറുക്കും പുഴുക്കും എട്ടങ്ങാടിയുമാണ് തിരുവാതിര നോമ്പിനുള്ള പ്രധാന വിഭവങ്ങൾ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തിരുവാതിരയ്ക്ക് വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. ഒരാഴ്ച മുമ്പേ ക്ഷേത്രത്തിൽ തുടങ്ങിയ ആതിരോത്സവത്തിന് തിങ്കളാഴ്ച സമാപനമാകും. കേരള കർഷക സംഘം ജില്ലാ നേതൃപ്രവർത്തക യോഗം നടന്നു. തൃശൂർ CMS സ്കൂളിൽ നടന്ന പ്രവർത്തക യോഗം AIKS അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് SK പ്രീജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. MLA മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, TA രാമകൃഷ്ണൻ, AS കുട്ടി, MM അവറാച്ചൻ, ഗീതാ ഗോപി, K രവീന്ദ്രൻ, PK ഡേവിസ്, KV സജു, PI സജിത തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് പട്ടിണി ജാഥകൾ നിരവധി നടത്തുന്നുണ്ട്. KGDയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥകളെ സംബന്ധിച്ചതും ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാടകകൃത്ത് ജോർജ് മാസ്റ്ററെ അനുസ്മരിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് നോവലിസ്റ്റ് ശ്രീപ്രതാപ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ ലിജീഷ് മുല്ലേഴത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജയപ്രകാശ് ഒളരി, അനിൽ നന്ദിപുലം, KG ഷാജൻ, N ഷംനാഥ്, സൌമ്യ അരുമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന പ്രഭാഷണ പരമ്പരയുടെ 2ാം അധ്യായം ചേരൂർ സാഹിതിയിൽ നടന്നു. സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കാലം എന്ന നിരൂപകൻ തിരഞ്ഞെടുക്കുന്ന കൃതികളാണ് വിശ്വസാഹിത്യം എന്ന ശ്രേണിയിൽ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. N മൂസക്കുട്ടി യൂലീസസിനെക്കുറിച്ചും ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ രാമായണത്തെക്കുറിച്ചും പ്രഭാഷണങ്ങൾ നടത്തി. വിവർത്തന സാഹിത്യകാരൻ PRK ചേനം അധ്യക്ഷത വഹിച്ചു. രാജൻ പെരുമ്പുള്ളി, M രഘുനന്ദനൻ, നോവലിസ്റ്റുകളായ K രഘുനാഥൻ, MD രത്നമ്മ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, ട്രഷറർ P വിനോദ് എന്നിവർ പങ്കെടുത്തു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രശസ്തമായ ഗാമ അബാക്കസ് 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് ദേശീയതല അബാക്കസ് മത്സരം സംഘടിപ്പിച്ചു. ചിന്തകളെ ഞെട്ടിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയും കാൽക്കുലേറ്ററിനെ വെല്ലുന്ന വേഗതയിൽ കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന കുട്ടികളുടെ സംഗമത്തിന് തൃശൂർ വേദിയായി. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിൽ നിന്നും 2500-ൽ പരം കുട്ടികൾ വിവിധ ലെവലുകളിലും വ്യത്യസ്ത വയസ്സ് ഗ്രൂപ്പുകളിലുമുള്ള മത്സരങ്ങളിൽ അബാക്കസ് ഉപയോഗിച്ചും മനക്കണക്കായി മത്സരിച്ചു. നിമിഷ നേരം കൊണ്ട് 100-ൽ പരം കണക്കുകൾക്ക് ഉത്തരം നൽകി കുട്ടികളുടെ കഴിവ് മാറ്റുരയ്ക്കുന്ന വിസ്മയത്തിന് ജനസാഗരം സാക്ഷിയായി. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. ഗാമ അബാക്കസ് CEO ഡോക്ടർ K നകുലനാഥൻ അധ്യക്ഷത വഹിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ 150 പേർക്ക് വിന്നേഴ്സ് ട്രോഫികളും 600 പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ നൽകി. കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ 29ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക സംഗമവും യാത്രയയപ്പും നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ KUTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് റസാഖ് അധ്യക്ഷത വഹിച്ചു. K അബ്ദുറഹ്മാൻ, സ്വാലിഹ് അൻവർ, P ഉഷ, KJ ജിജി എന്നിവർ സംസാരിച്ചു. ആരംഭകാലത്തൊക്കെ ഇവരൊക്കെ ഞാൻ കണ്ടതും കേട്ടതും മാത്രമല്ല എൻ്റെ ഗവേഷണത്തിന് വേണ്ടി ഇവിടെ സദസ്സും ഇതിലൊക്കെ ഇരിക്കുന്ന അധ്യാപകരുണ്ട്. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ മധ്യവയസ്കൻ പാറമടയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. അവിട്ടത്തൂർ സ്വദേശി നാട്ടേക്കാടൻ 48 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. മാളയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പാട്ടുപീടികയുടെ ആഭിമുഖ്യത്തിൽ സംഗീത സംവിധായകൻ KJ ജോയ് അനുസ്മരണവും ഗാനസന്ധ്യയും നടന്നു. സാധക മ്യൂസിക് ഫൗണ്ടേഷൻ ഡയറക്ടർ KA അലക്സാണ്ടറിനെ ആദരിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് നിർവഹിച്ചു.
വാണിജ്യം. ഇലക്ട്രിക് സ്കൂട്ടർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള 7 സ്റ്റോൺ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ബൈൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂം കൈപ്പറമ്പിൽ പ്രവർത്തനമാരംഭിച്ചു. കൈപ്പറമ്പ് EV7 സർവീസ് സെന്ററിന് സമീപം പ്രവർത്തനമാരംഭിച്ച ഒബൻ ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. 7 സ്റ്റോൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ AD വിൻസെന്റ്, ഷോറൂം ജനറൽ മാനേജർ AS അഷ്കർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. AV ജിനേഷ്, അഹമ്മദ് ഷഹീൻ എന്നിവരാണ് 7 സ്റ്റോൺ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർമാർ. ഉദ്ഘാടന ചടങ്ങിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കമ്പനി നൽകുന്ന ധനസഹായത്തിന്റെ ചെക്ക് മാനേജിംഗ് ഡയറക്ടർ AD വിൻസെന്റും സഹധർമ്മിണി മേരി വിൻസെന്റും ചേർന്ന് MLAക്ക് കൈമാറി. ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് 4.4, 3.4, 2.4 എന്നീ 3 വേരിയന്റുകളിലുള്ള ഒബൻ റോർ EZ ഇലക്ട്രിക് ബൈക്ക് വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച് എന്നീ 4 കളറുകളിൽ ലഭ്യമാണ്. ഹീറ്റ് റെസിസ്റ്റന്റ് LPF ബാറ്ററിയാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററിക്ക് 3 വർഷം നോർമൽ വാറന്റിയും അഡീഷണലായി 2 വർഷം വാറന്റി കൂടി ലഭിക്കും. ഒറ്റ ചാർജിൽ 110, 140, 170 എന്നിങ്ങനെ വിവിധ വേരിയന്റുകളിൽ ഇലക്ട്രിക് ബൈക്കിന് മൈലേജ് ലഭിക്കും. 1,10,000 മുതൽ 1,35,000 രൂപ വരെയാണ് വാഹനത്തിന്റെ വില. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 9567907700, 9567597700. 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകിവരുന്ന കൂനൻ ജ്വല്ലേഴ്സിന്റെ പുതിയ റീറ്റെയിൽ ഷോറൂമും കൂനൻ ഫിനാൻസും പുത്തൂരിൽ പ്രവർത്തനമാരംഭിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിന് സമീപം കൂനൻ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച കൂനൻ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് രജിഷ വിജയനും കൂനൻ ഫിനാൻസിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഫിറോഷ് മോഹനും നിർവഹിച്ചു. ആദ്യ വിൽപ്പനയും ഇരുവരും ചേർന്ന് നടത്തി. പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ഫാദർ സന്തോഷ് ആന്റണി നേതൃത്വം നൽകി. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായിരുന്നു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, BJP പുത്തൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഞാറ്റുവെട്ടി, JMA സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സാബു, KVVES ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ, പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് PR ചന്ദ്രൻ, കൂനൻ ജ്വല്ലേഴ്സ് ആൻഡ് ഫിനാൻസ് മാനേജിംഗ് പാർട്ണർ KD ആന്റോ, പാർട്ണർമാരായ ആൽവിൻ ആന്റോ, അലോഷ്യസ് ആന്റോ, ലിജി ആന്റോ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 916 HMUID ഹോൾമാർക്കോട് കൂടിയ സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന കൂനൻ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ഏതൊരു ഡിസൈനിലും അവർ ആഗ്രഹിക്കുന്ന വിലയിലും തൂക്കത്തിലും സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ്. 3 പവൻ മുതൽ തൂക്കം വരുന്ന ബ്രൈഡൽ സെറ്റ്, 365 ദിവസം നീണ്ടു നിൽക്കുന്ന റൈഡ് ബുക്കിംഗ് സൗകര്യം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷനുകൾ, മാസം തോറും തവണ വ്യവസ്ഥയിൽ തുകയടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യം, 2,900 രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരം എന്നിവയെല്ലാം കൂനൻ ജ്വല്ലേഴ്സിന്റെ പ്രത്യേകതകളാണ്. കൂടാതെ ഉയർന്ന മൂല്യത്തിൽ ഏറ്റവും കുറഞ്ഞ പലിശയിൽ ഗോൾഡ് ലോൺ സൗകര്യം ഒരുക്കിക്കൊണ്ട് കൂനൻ ഫിനാൻസ് സേവനവും ലഭ്യമാണ്. മാർച്ച് 31 വരെ കൂനൻ ഫിനാൻസിൽ നിന്ന് 12% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഇനി സ്വന്തമാക്കാം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,300 രൂപ, പവന് 58,400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,304 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയ 4 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. പള്ളിപ്പെരുന്നാളിന് സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്ന് വന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലൂർ ചിയ്യാരം വാകയിൽ റോഡിന് സമീപം KSRTC ബസ്സിടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം സ്വദേശികളായ LC, മേരി എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. വിയ്യൂരിൽ DK ജ്വല്ലറിയിൽ മോഷണം. 6 കിലോ വെള്ളിയാഭരണങ്ങൾ മോഷണം പോയി. ലോക്കർ തകർക്കാനും ശ്രമം.
സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ തിങ്കളാഴ്ച ഉച്ചവരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ചാലക്കുടി മലയ്ക്കപ്പാറ റോഡിൽ കാട്ടാന കബാലി വിനോദയാത്രികരുടെ കാർ ആക്രമിച്ചു. പിറവം സ്വദേശിയുടെ കാറിന്റെ ബോണറ്റിലാണ് ആന ചവിട്ടിയത്. ആർക്കും പരിക്കില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.